ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുവാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് സുന്ദരകാന്ഡം ആരംഭിക്കുകയാണ്. രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള പ്രത്യാശ പകരുന്ന ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം. 5ാമത്തെ കാണ്ഡമായിട്ടുള്ള സുന്ദരകാന്ഡം. അവിടെ ഹനുമാന്റെ അതുല്യമായിട്ടുള്ള ഭക്തി, ധൈര്യം, സമർപ്പണഭാവം എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആരംഭിക്കാം. അനിരജി. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യോ നമ. സുന്ദരകാന്ഡം. സകല ശുകകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളൊടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിയിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. ലവണജലനിധി ശതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. കപിവരരോടമിത ബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതിചപലമംബരേ മാനേന പോകുന്നിതാശരേശാലയെ അജതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനോടു വിരവിലറിയിപ്പ നിങ്ങദ്യ കൃതാർത്ഥനായേൻ കൃതാർത്ഥോസ്മ്യഹം. പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടക്കുമജ്ജന്മനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം. തദനു മമ ഹൃദി സപതി രഘുപതിരനാരദം തസ്യാങ്കുലീയവുമുണ്ടു ശിരസി മേ കിമപി നഹി ഭയമുദതി സപതി തരിതും നിങ്ങൾ കീശപ്രവരരേഖേദിയായി കേതുമേ. ഇതി പവനതനയനുര ചെയ്തുവാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്ന കുഞ്ചിതാംഘ്രിയായി ഊർധ്വനയനായി ദശപദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുമാലോക്യ ചാടിയിടിനാൻ. പതകപതിരിവ പവനസുതനഥ വിഹായസ ഭാനുബിംബാഭയാ പോകും ദശാന്തരേ അമരസമുദയമനിലതനയ ബലവേഗങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ
സുരസയോടു പവനസുത സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും. ത്വരിതമനിലജമതി ബലങ്ങൾ അറിഞ്ഞതിസൂക്ഷ്മ ദൃശാ വരികെന്നതു കേട്ടവൾ. ഗഗനപതി പവനസുത ജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധൗമേവിനാൾ. കഠിനതരമലറിയവൾ അവനോടുര ചെയ്തിതു. കണ്ടീലയോ ഭവാൻ എന്നെ കപിവര, ഭയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നു മാം കൽപ്പിച്ചതീശ്വരൻ. വിധിവിഹിതമശനമിഹ നൂനമദ്യത്വയാ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ. മമവദന കുഹരമതിൽ വിരവിനോടു പൂക നീ. മറ്റൊന്നുമോർത്തു കാലം കളയായി കെടോ. സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ. അഹം അഖില ജഗദധിപൻ അമര ഗുരുശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു. അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാശ്വവ വരുന്നതുമുണ്ടു ഞാൻ. ജനക നരപതി ദുഹൃത് ചരിത മഖിലം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ. തവ വദനകുഹരമതിൽ അപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പുക്കിടുവൻ. അനൃതമക തളിരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ. തദനു കപികുലവരനോടവളും ഉര ചെയ്തിതു. ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ. മനസി തവ സുദൃഢമിതി യതി തപസി സാദരം യതി സപതി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ. അതിവിപുലമുടലുമൊരു യോജനായാമമായി ആശുകനന്ദനൻ നിന്നതു കണ്ടവൾ. അതിലധികതരവദന വിമരമൊടനാകുലമദ്ഭുതമായഞ്ചു യോജനാ വിസ്തൃതം. പവനതനയനുമതിനു ഝടിതി ദശയോജനാ പരിമിതി കലർന്നു കാണായോരനന്തരം. നിജമനസി ഗുരുകുതുകമൊടു സുരസയും തഥാ നിന്നാളിരുപതു യോജനവായുമായി. മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി മേവിനാൻ. അലമലമിതയമമലനരുതു ജയമാർക്കുമെന്നൻപത് യോജന വാപിളർന്നീടിനാൾ. അതു പൊഴുതു പവനസുതൻ അതികൃശ ശരീരനായി അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ. തദനു ലഘുതരമവനും ഒരുതര തപോബലാൽ തത്ര പുറത്തു ചൊല്ലിനാൻ. ശൃണു സുമുഖി സുരസുഖ പരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ. ശരണമിഹ ചരണ സരസിജയുഗളമേവ തേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ. പ്ലവക പരിവൃഢവചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞും സുരസയും. വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ. രഘുപതിയൊടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം. നിജചരിതമഖിലം അവളവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും. പവനസുതനഥ ഗഗനപതി ഗരുഡതുല്യനായി പാഞ്ഞു പാരാവാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിയിടിനാൾ. ചെന്നു നീ സൽക്കരിക്കേണം കപീന്ദ്രനെ. സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും. തദഭിജനഭവൻ അറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ. ഇടയിലൊരു പതനമവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം. മണികനകമയൻ അമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖരി തനയനഹമറിക കപിവീര നീയന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ. സലിലനിധി സരഭ സമമയക്കയാൽ വന്നു
ഞാൻ സാദവും ദാഹവും തീർത്തു പൊയ്ക്കൊൾകെടോ. അമൃത സമജലവും മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊൾക നീ. അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായി ആശുപോക്കും വിധൗ പാർക്കരുതെങ്ങുമേ. പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യെന്നതും വേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക. രഘുകുല തിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ. വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു. ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനഹം. പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെ തലോടിയിടിനാൻ. പുനരവനും അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. തതനു ജലനിധിയിൽ അതിഗഭീര ദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹണിയും. സരിതധിപനുപരി പരിചൊടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൾ. അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയകരാംഗിയെ കണ്ടവൾ അംഘ്രിപാതേന കൊന്നിയിടിനാൻ. തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവൊടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ. ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും. ദശവദന നഗരം വിപുല സ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം. ബഹുഫല കുസുമ ദലയൂത വിടപി സങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാന്വിതം. മണികനകമയം അമരപുര സദൃശമംബുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി. കമലമകൾ ചരിതം അറിവതിന്നു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ. പരവശതയൊടു ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശിതമസി നിശിചരപുരേ കൃശരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരിപുരം ഗമിച്ചിടിനാൻ. പ്രകൃതി ചപലനും അധിക ചപലം അചലം മഹത്പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനിമകൾ അടിമലരും അകതളിരിലോർത്തുകൊണ്ടഞ്ജനാനന്ദനൻ അഞ്ജസാ നിർഭയം ഉടൽ കടുകിനൊടു സമം ഇടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരെ. കഠിനതരമലറിയൊരു രജനി ചരിവേഷമായി കാണായിതാശു ലങ്കാശ്രിയേയും തഥാ. ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻ വാഞ്ചിതം. അസുരസുര നര പശു മൃഗാദി ജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ. ഇതി പരുഷവചനമൊടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കപീന്ദ്രനും. രഘുകുലജവര സജീവ വാമമുഷ്ടിപ്രഹാരേണ പതിച്ചു വമിച്ചിതു ചോരയും. കപിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലിയിടിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ. വിധി വിഹിതമിതു മമ പുരൈവ ധാതാവു താൻ വീരാ പറഞ്ഞിതെന്നോടിതു മുന്നമേ. സകല ജഗദധിപതി സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണുമൂർത്തി നാരായണൻ. കമലദലനയനൻ അവനിയിൽ അവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതി പര്യയേ. ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥനയാൽ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനക നൃപവരനു മകളായി നിജമായയും ജാതയാം പങ്ക്തിമുഖവിനാശത്തിനായി സരസിരുഹ നയനൻ അടവീലഥ തപസ്സിനായി സഭാതൃഭാര്യനായി വാഴും ദശാന്തരെ. ദശവദനൻ അവനി മകളെയും അപഹരിച്ചുടൻ ദക്ഷിണവാരിധി ബുക്കിരിക്കുന്ന നാൾ സപതി രഘുവരനോട് അരുണജനും സാജീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ. സകല ദിശി കപികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരുമേകൻ തവാന്തികേ.
കലഹം അവനോട് ചടുതി തുടരും അളവെത്രയും കാതരയായി വരും നീയെന്നു നിർണയം. രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണമനുജ്ഞയും. ഒരു കവിയോട് ഒരു ദിവസം അടിച്ചടുതി കൊൽകിൽ നീ ഓടി വാങ്ങിക്കൊള്ളുകെന്നു വിരിഞ്ചനും കരുണയൊടു ഗത കപടയായി നിയോഗിക്കയാൽ കാത്തിരുന്നേനിവിടം പല കാലവും. ലഘുഗതിയൊടിനിയൊരിടയൊഴിയാതെ നീ ഒഴിയെ നടകൊള്ളുക നീ. ലങ്കയും നിന്നാൽ ജിതമായിതെന്നടോ. നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തു ചമഞ്ഞിതു. ഭഗവതനുചര ഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുക ദേവിയെ. ത്രിദശകുലരിപുദശ മുഖാന്തപുരവരെ ദിവ്യലീലാവനെ പാദപസങ്കുലേ. നവകുസുമഫലസഹിത വിടപിയുത ശിംശപാനാമ വൃക്ഷത്തിൻ ചുവട്ടിൽ അതിശുച നിശിചരികൾ നടുവിൽ അഴലൊടുമരുവിടുന്നെടോ. നിർമ്മലഗാത്രിയാം ജാനകി സന്തതം ത്വരിതമവൾ ചരിതമുടൻ അവനോടറിയിക്ക പോയമ്പുധിയും കടന്നമ്പരാന്തേ ഭവാൻ. അഖില ജഗദധിപതി രഘുത്തമൻ പാതുമാമസ്തുതേ സ്വസ്തിരത്യുത്തമോത്തം സമേ. ലഘുവചന മധുരമിതി ചൊല്ലി മറഞ്ഞിതു ലങ്കയിൽ നിന്നു വാങ്ങി മലർമങ്കയും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സീതാ സന്ദർശനം. ഉദകനിധി നടുവിൽ വരുവും ത്രികൂടാദ്രിമേലുല്ലംഘിതേബ്ധവു പവനാപ്ന ജന്മനാം. ജനകനരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു വാമഭാഗം തുലോം. ജനകനരപതി ദുഹൃദുവരന് ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖം ദുഃഖവും. തദനു കവികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ. ഉദിതര വികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ. ദശവദന മണിനിലയമായിരിക്കും മമാദേവിയിരിപ്പേടമെന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമോർത്തിയിടിനാൻ. ഉടമയൊടും അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃതസമ സലിലയുധവാപിയുമുത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും. ദശവദനമണി ഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ. കുസുമചയ സുരഭിയൊടു പവന നദിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ഉപവനവും ഒരു തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതര ചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലി താൻ കൃശഗാത്രിയായത്രയും. ഭയവിവശം അവനിയിൽ ഉരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. നയനജലം അനവരതം ഒഴുകിയൊഴുകി പതിനാമത്തെ രാമേതി ജപിക്കയും. നിശിചരികൾ നടുവിൽ അടലൊടുമരുവും ഈശ്വരി നിത്യസ്വരൂപിണിയെ കണ്ടു മാരുതി. വിടവിവര ശിരസി നിബിടച്ഛതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരുന്നിടിനാൻ. ദിവസകര കുലപതി രഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപീവരൻ. കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം.
ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. വിധി ഫലവും അകതളിരിലോർത്തു കബീവരനിത്തിരി നേരമിരിക്കും ദശാന്തരെ. അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി. നിമിതമിതി സപതി കിസലയ ജയ നിലീനനായി കീടവദ്ദേഹം മറച്ചു മരുവിനാൻ. വിബുധകുലരിബു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ. അസുരസുര നിശിചര വര അങ്കനാവൃന്ദവും അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും. ദശവദനൻ അനവരത മകതളിരിലുണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ. വരദജനമരും അമൃതാനന്ദപൂർണമം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുപത സമയമിതമിതി മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നീടിനേൻ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവനായുർവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാനതിലില്ല ചഞ്ചലം. കമലജനും അറിയരുതു കരുതുമളവാർക്കുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം. സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരൻ അവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനക തിലക വചനേന രാത്രൗ വരും കശ്ചിൽ കബീവരൻ കാമരൂപാന്വിതൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം. കരുനികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലം അവളോടു ബധ പറഞ്ഞടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോം. അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവന് ശേഷം അറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും. രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമശരമേറ്റെനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമം പന്ഥാവിതു മമ പാർക്കയില്ലേതുമേ. സുരനിവഹമതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം. നിജമനസി ബലവും ഇത് വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചീമുഖാഭരണാരാവമന്തികേ. വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമമാറു കണ്ടു പുരോഭുവി. വിഭുതരിപു നിശിചരകുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിജവും ഒരു തുടകളാൽ മറച്ചാധിപൂണ്ടുത്തമാംഗം താഴ്ത്തി വേബധൂഗാത്രിയായി. നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. ദശവദനൻ അയുഗ ശരപരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നിടിനാൻ. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദമേ. നിഖില ജഗദധിപൻ അസുരേശൻ ആലോക്യമാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതി കുതുകമൊടും ഒന്നു നോക്കിയിടുമാം ത്വദ്ഗത മാനസനെന്നറിയുകെന്നെ നീ. ഭവതി തവ രമണമപി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ. പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമപി കണ്ടുകിട്ടാപരം. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആശയില്ലോർത്താലൊരു ഗുണമില്ലവനോമലേ. സുദൃഢമനവരതമുപഗൂഹനം ചെയ്കിലും ശുഭ്രൂ സുചിരമരികെ വസിക്കിലും
തവ ഗുണസമുദയമലിവോടു ഭുജിക്കലും താൽപര്യം നിന്നിലില്ലവനേതുമേ. ശരണം അവനൊരുവരും ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ. മതരഹിതൻ അറിയരുതു കരുതുമളവാർക്കുമേ. മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം. നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശുഭജനും ഒരവനിസുരവരനും അവനൊക്കുമീ. ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയും ഒരു ശബരതരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭവതിയെയും അകതളിരിൽ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനീ മതി. ത്വയി വിമുഖൻ അവൻ അനിശമതിനു നഹി സംശയം. ത്വദ്വാസദാസോഹമദ്യാഭജസ്വമാം. കരകഥാവൊരു അമലമണിവരമുടനുപേക്ഷിച്ചു കാചത്തെ എന്തു കാക്ഷിക്കുന്നിതോമലേ. സുരതനുജ ദിതിജ ഭുജ അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം പരിചരിക്കും മുതാ. നിയതമതിഭയസഹിതം അമിത ബഹുമാനേന നീ മൽപരിഗ്രഹമായി മരുവീടുകിൽ. കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമ. കാന്തേ കളത്രമായി വാഴ്ക നീ സന്തതം. കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമക്കാലനും പേടിയുണ്ടെന്നെ മനോഹരേ. പുരുഷഗുണമിഹ മനസ്സി കരുതു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറിയുകമാം. സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ. സരസിരുഖമുഖി ചരണകമലപതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം. ജനകജയും അവനോട് അതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൾ. സവിർദുകുലതിലകൻ അതീവ ഭീത്യാ ഭവാൻ. സവിർദുകുലതിലകനിൽ അതീവ ഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ. സഭയം അതിവിനയമോടു ശുനീവ ഹവിരധ്വരെ സാഹസത്തോടുമാം കട്ടുകൊണ്ടീലയോ. ദശവദന സുദൃഢം അനുചിതമിതു നിനയ്ക്ക നീ തൽഫലം നീതാനനുഭവിക്കും ദൃഢം. ദശരഥ ജനിഷിത ശരശലിത വപുഷാ ഭവാൻ ദേഹം വിനാ യമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജ നിനക്കു തോറ്റം ബലാൽ. ലവണജലനിധിയെ രഘുകുലൻ തിലകൻ അശ്രമം ലംഘനം ചെയ്യും അതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിഖ പരിപാദേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ. സഹജസുത സജീവ ബലപതികളോടു കൂടവേ സന്നമാം നിന്നുടെ സൈന്യവും നിർണയം. അവനി നിപുണൻ അവനിഭരനാശനൻ അദ്യ ദാതാവ് അപേക്ഷിച്ചതു കാരണം. അവതരണം അവനിതലം അതിലതിദയാപരൻ ആശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ. ജനകനൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി. അറികതവ മനസ്സി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം പിന്നെയും കൊന്നവൻ നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ. അതിശബലകരഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അതുപൊഴുതിൽ അതികരുണയൊടു മയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൾ. ഒഴികൊഴിക ദശവദന ശൃണു മമ വചോ ഭവാനുല്ലാത കാര്യമോരൈക മൂഢ പ്രഭോ. ത്യജമനുജ തരുണിയൊരു ഉടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ചതീവ കൃശാംഗിയായി. പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തു പാതിവൃത്യമാലംബ്യ രാഘവം. പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതൂമിവൾ. ദുരിതമിതിൽ അധികമിഹ നഹി നഹി സുദുർമതേ. ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനുജ ദിതിജ ഭുജഗ അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കു വശഗതം. ദശമുഖനും അധിക ജളനാശു മണ്ഡോദരീ ദാക്ഷിണ്യ വാക്കുകൾ കേട്ടു സലജ്ജനായി.
നിശിചരികളോടു സദയം അവനുമുര ചെയ്തിതു. നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനക വചനം അനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനിമകൾ അകതളിരഴിച്ചെങ്കലാക്കുവിൻ അമ്പോടു 2 മാസം പാർപ്പനിന്നിയും. ഇതി രജനിചരികളോടു ദശവദനനും പറഞ്ഞീർഷയോട് അന്തഃപുരം പുക്കുമേവിനാൻ. അതികഠിന പരുഷതര വചനശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലം അടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിയിടിനാൾ. ശൃഡുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീം ദൃഢം. അഖില ജഗദധിപന അഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും ശരനികര പരിപതന ദഹന ഗണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനൊടു മടിയിൽ വെച്ചാദരാൽ മാനിച്ചു ചെന്ന അയോധ്യാപുരം മേവിനാൻ. കുലിശധരരിപു ദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവു മുടൽ മുഴുവൻ അലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളതമാല്യം നിജമൂർധനി നിജസഹജ സജീവസുത സൈന്യസമേതനായി നിർമ്മഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. രജനിചരകുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടു വയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചര യുവതികളിതി ത്രിജടാവജോ രീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസ്സി പരവശതയൊടുറങ്ങിനാരേവരും മാനസേ ദുഃഖം കലർന്ന് വൈദേഹിയും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ സുന്ദരകാന്ഡം നമ്മൾ ആരംഭിച്ചു. ഇവിടെ സീതയെ കാണാനായിട്ട് ഹനുമാൻ സ്വാമി അവിടെ എത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. വളരെ വികാരഭരിതമായിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. ഇന്നത്തെ പാരായണം നമുക്ക് ഇവിടെ സമർപ്പിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.